ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെറിയ ചിലവിൽ നമുക്ക് എങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ റെഡിയാക്കാമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഓരോ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കെ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇതുപോലത്തെ ഓരോ കോല് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ കോല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഓഫർ പേപ്പറുകൾ ഉണ്ടാവുമല്ലോ, ഓരോ സൂപ്പർ മാർക്കറ്റിൽ അതിൻ്റെ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളേത് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി അല്ല നമ്മൾ പഴയ വല്ല പുസ്തകത്തിൻ്റെയൊക്കെ പേജുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതാണുള്ളത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ പേപ്പർ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടലാസ് പെൻസിലോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പപ്പടമൊക്കെ പൊരിക്കുമ്പോൾ എടുക്കുന്ന കോലില്ല, അതൊക്കെ വെച്ചിങ്ങാട്ടൊക്കെ ചെയ്യട്ടെ, ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തലപ്പത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുമ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ്. ഞാനിപ്പോൾ ചെയ്യണത് നമുക്ക് ഇതുപോലെ കിട്ടുന്ന കടലാസ് പേപ്പറുകൾ ഉണ്ടാവില്ലേ, കവറുകൾ, എന്താണ് നമ്മൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിയാലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാലൊക്കെ കിട്ടുന്ന കവറില്ലേ, അത് വെച്ചിട്ട് ഞാനിത് ചെയ്ത് കൊടുക്കണം. ഒരു വുഡിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഈ ബാസ്ക്കറ്റുകളൊക്കെ അങ്ങനെയൊക്കെ ഒരു കളറാക്കാമല്ലോ, അപ്പോൾ അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാട്ടോ, കളർ പെയിൻറ്റ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഇനി കളർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ A4 പേപ്പർ വെള്ളം ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടൊക്കെ എന്താണ് അതൊക്കെ വെച്ച് ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്കിത് ഇങ്ങനെ ചതുരത്തിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ താഴെ 2 വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക. അങ്ങനെ വെച്ച് പോകുക. അപ്പം നമുക്ക് എത്ര ഉയരം വേണം അതിനനുസരിച്ച് വെക്കട്ടോ. ഞാനിപ്പോൾ ഒരു 3 സ്റ്റെപ്പായിട്ട് വെച്ചിട്ട് അപ്പം തന്നെ അത്യാവശ്യം നമുക്കൊരു ഉയരം കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കുകൾ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അതിൻ്റെ അടി കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെയ്യണത് ഇതുപോലെ നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മളെ ഈ പെട്ടിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ 2 സൈഡിൽ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിമ പശയാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ നമുക്കതിൻ്റെ സൈഡൊക്കെ ഒരു ഫിനിഷിംഗ് ആയി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ കളർ എടുത്ത് ഈ പേപ്പർ എടുത്ത് ഒട്ടിച്ചെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കളർ പേപ്പർ വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളെ ഐഡിയകളൊക്കെ അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നമ്മളെ ഈ ഉണ്ടാക്കിയ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ കൂടിൻ്റെ ഉള്ളിൽ താഴെ ഭാഗത്ത് ഇത് ഒട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു 4 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 കള്ളിയായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് വലിയ കള്ളിയായിട്ട് വേണമെങ്കിൽ തിരിച്ച്, അല്ലെങ്കിൽ 6 കള്ളിയായിട്ട് തിരിച്ച്, അല്ലെങ്കിൽ ഒരു 2 ചെറുത് 1 വലുത്, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു ഭാഗത്ത് ഗിഫ്റ്റ് വെച്ചിട്ട് ഒരു ഭാഗത്ത് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അതാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് 4ആയിട്ട് തട്ടാക്കിയിട്ടാണ് തിരിച്ചത്. ഇപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി ഒരു സൈഡിൽ ഗിഫ്റ്റ് നമുക്ക് എന്തെങ്കിലും വാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം അതൊക്കെ വെക്കട്ടോ. ആ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഫയലിൻ്റെ അടിയിലുണ്ടാവില്ലേ പേപ്പർ, അത് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ മറച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഫ്രൂട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഫ്രൂട്ട്സുകൾ അടുക്കി വെക്കുന്നത്. നിങ്ങൾ എന്താണ് ഗിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ ഉൾഭാഗം. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് മുത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനെ നമ്മൾക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നെറ്റ് വേണം. അപ്പോൾ ഞാൻ ഇതൊരു പഴയ ഡ്രസ്സും വന്ന് എടുത്തതാണ്. അത് നമ്മൾ താഴെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ബോക്സ് വെക്കുക, എന്നിട്ട് പിന്നെ എല്ലാ സൈഡിൽ നിന്നും നമ്മളിതിങ്ങനെ മേലേക്ക് പിടിക്കുക, എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പിടിച്ച് കട്ട് ചെയ്യുക. റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലൊട്ടിച്ചാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് വീഡിയോയിൽ കാണുന്നില്ല, ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അത് കഴിയുമ്പോൾ ഒട്ടിച്ച് കൊടുക്കുക. ഇതൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് റോസാപ്പൂ ഉണ്ടാക്കി അതും ഇതിൻ്റെ മേലെ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ് ഹാമ്പർ റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.